സാമ്പത്തിക സഹകരണ സംഘം എന്ന നിലയിൽ അതിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ബാങ്കാണ് പെരിന്തൽമണ്ണയിൽ ഉള്ളത് എന്നത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നിർധനരായ എ ക്ലാസ് മെമ്പർമാർക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന 30ാമത് സഹകരണ ഭവന്റെ തറക്കല്ലിടൽ കർമ്മം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളാൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്ന ബാങ്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിലെ മെമ്പർമാരായ നിർധനരായ രോഗികൾക്കും മറ്റുമായി നിരവധി പദ്ധതികൾ ബാങ്ക് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് സ്വന്തമായി വീടില്ലാത്ത എ ക്ലാസ് മെമ്പർമാർക്ക് സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുന്ന സഹകരണ ഭവൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ബാങ്ക് നിർമ്മിച്ചു നൽകുന്ന 30ാമത് സഹകരണ ഭവന്റെ തറക്കല്ലിടൽ കർമ്മം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. തേക്കിൻകോട് സ്വദേശിയായ ഷബീറാണ് 30ാമത് സഹകരണ ഭവന് അർഹനായ എ ക്ലാസ് മെമ്പർ. പരിമിതികൾക്കപ്പുറത്തേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ബാങ്കാണ് സർവീസ് സഹകരണ ബാങ്കെന്നും നാട്ടിലെ സാധാരണക്കാരുടെ നിക്ഷേപം അവർക്ക് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ തിരിച്ചു നൽകുന്ന ബാങ്കിന്റെ പ്രവൃത്തികൾ അഭിനന്ദനാർഹമാണെന്നും MLA പറഞ്ഞു. ഇപ്പോൾ 30ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. പച്ചേരി ഫാറൂഖിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഭരണസമിതിയും ബാങ്കിന്റെ നടത്തിപ്പുമെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായ തോതിൽ ഒട്ടേറെ നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഏതെല്ലാം നിലക്ക് ആളുകൾക്ക് സഹായമാകാൻ സാധിക്കുമോ അതൊരു സാമ്പത്തിക സഹകരണ സംഘം എന്ന നിലയിൽ അതിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ബാങ്കാണ് പെരിന്തൽമണ്ണയിൽ ഉള്ളത് എന്നത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ വളരെ ഭവനരഹിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ്. ആ വലിയ സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകുന്ന ഇപ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പങ്കെടുത്ത അതിമനോഹരമായ ഒരു ചടങ്ങ് നടക്കുകയുണ്ടായി. അത്രയേറെ ആളുകളുടെ വീടെന്ന സ്വപ്നത്തിന് സാഫല്യം നൽകി. ഇനി വലിയ പ്രോജക്റ്റുകളിലേക്കാണ് അവർ ഇനിയും ആലോചിക്കുന്നത്. നമ്മൾ സർക്കാരുമായി ചേർന്നുള്ള പല പദ്ധതികളെക്കുറിച്ചും ബാങ്ക് ആലോചിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായ സാധുക്കളായിട്ടുള്ള കിഡ്നി രോഗികളുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് വലിയ ക്യാമ്പുകൾ നടത്തുകയുണ്ടായി. ഇനി അതിൻ്റെ ഒരു 2ാം ചുവടെന്ന നിലയിൽ ഒരു ഡയാലിസിസിനെ കുറിച്ച് പോലും ആലോചന നടത്തുന്നതായിട്ട് അറിയാൻ സാധിച്ചു. അതൊക്കെ വളരെ വലിയ അഭിമാനമാണ്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ബാങ്കിന്റെ വളർച്ചയോടൊപ്പം തന്നെ ലാഭവിഹിതത്തിൽ നിന്നും ഒരു പങ്ക് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ച് സംസ്ഥാനത്തെ മുഴുവൻ സഹകരണ ബാങ്കുകൾക്കും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മാതൃകയായി തീരുകയാണെന്ന് പച്ചേരി ഫാറൂഖ് പറഞ്ഞു. കേരളത്തിലെ സഹകരണ രംഗത്ത് ഇന്ന് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് സഹകരണ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾക്ക് മാതൃകയായിക്കൊണ്ട് ഇതുപോലുള്ള പാവപ്പെട്ടവനെ സഹായിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് ഇവിടെ ഇതിൻ്റെ മുമ്പും സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിൻ്റെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഇതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് എല്ലാ വർഷവും. അതിൽ നിന്ന് കിഡ്നി രോഗികൾക്ക് ഇപ്പോൾ ഈ ബാങ്ക് ഭരണസമിതി വന്ന് 2000 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു. ക്യാൻസർ, കിഡ്നി, ഹാർട്ട് രോഗികൾക്ക് സ്ഥിരമായിട്ട് 25000 രൂപ ചികിത്സാ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നു. 500ഓളം ആളുകൾക്ക് പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി പദ്ധതി. അതോടൊപ്പം തന്നെ ഒരു ലോണി മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25000 രൂപ ആ മരണാന്തര സഹായം അത് ഏത് എ ക്ലാസ് മെമ്പർമാർക്കും അല്ലാത്ത ആളുകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും കേരളത്തിലെ ഒരു സഹകരണ ബാങ്കും ചെയ്യാത്ത പദ്ധതികളാണ്. ബാങ്കിൻ്റെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ ബാങ്ക് ഭരണസമിതി ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. അപ്പോൾ ബാങ്കിൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം കൂടെ തന്നെ ബാങ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു ചെറിയ ശതമാനം ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാറ്റിവെച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു പ്രവർത്തനം ആണ് സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് മാതൃകയായിക്കൊണ്ട് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർമാരായ മമ്മി ചേരിയിൽ, C അബ്ദുൽ നാസർ, മൊയ്തു കിഴക്കേതിൽ, മുഹമ്മദ് ഹനീഫ പടിപ്പുര, മുഹമ്മദ് സമീർ V, അജിത് കുമാർ, സുരാദേവി ER, സുൽഫത്ത് ബീഗം, റജീന അൻസാർ, KPCC സെക്രട്ടറി V ബാബുരാജ്, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence.
Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.